വേഗം വരുന്നവനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇലകൾ കൊഴിഞ്ഞു പോകട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 5-ാം അധ്യായം 7-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. നാം മുന്തിരിവള്ളിയെയും അതിന്റെ ശാഖകളെയും കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട സസ്യങ്ങളിലൊന്നാണ് മുന്തിരിവള്ളി. താനും നമ്മളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിനായി ഒരു ഉപമയായി കർത്താവ് പലയിടത്തും ഇത് കാണിച്ചിട്ടുണ്ട്. അതിനാൽ മുന്തിരിവള്ളിയിൽ നിന്ന് നാം ചില പാഠങ്ങൾ പഠിക്കണം. വർഷം മുഴുവൻ കാലാവസ്ഥയും ഋതുക്കളും മാറുന്നു. അതിനാൽ മഞ്ഞുവീഴ്ചയുള്ള ശൈത്യകാലത്ത് മരങ്ങൾ ഇലകൾ പൊഴിക്കുമ്പോൾ മുന്തിരിവള്ളിയും ഇലകൾ പൊഴിക്കുന്നു. അതുപോലെ വെള്ളത്തിന്റെ കുറവുണ്ടാകുമ്പോൾ മുന്തിരിവള്ളി ഇലകൾ കൊഴിയുന്നു. പിന്നെ അത് നഗ്നമായി കാണപ്പെടുന്നു. അത് കാണാൻ ഒട്ടും മനോഹരമായ കാഴ്ചയായിരിക്കില്ല. മുന്തിരിവള്ളി എന്ത് കൽപ്പിച്ചാലും ശാഖകൾ അത് ചെയ്യും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് എന്ത് മുറിച്ചു കളയണമെന്ന് പറയുന്നു അത് ഒരു അപവാദവുമില്ലാതെ മറുത്തും പറയാതെ നാം മുറിച്ചു കളയണം. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എനിക്ക് ധാരാളം ലൗകിക സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. വൃദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് ആ സൗഹൃദങ്ങളെല്ലാം വിച്ഛേദിച്ചു. അത് എന്നെ അസന്തുഷ്ടനാക്കുകയോ അസ്വസ്ഥനാക്കുകയോ ചെയ്തില്ല. പക്ഷേ കർത്താവിനു വേണ്ടി കൂടുതൽ ഫലം കായ്ക്കുന്നത് എനിക്ക് ഗുണം ചെയ്തുവെന്ന് തെളിഞ്ഞു. കർത്താവ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഇലകൾ പൊഴിയുന്ന ഒരു വൃക്ഷം പോലെ അബ്രഹാമിന് തന്റെ ദേശത്തെയും ജനത്തെയും പിതൃഭവനത്തെയും ഉപേക്ഷിക്കേണ്ടി വന്നു. കാലക്രമേണ ലോത്തിനെയും കുടുംബത്തെയും ഉപേക്ഷിക്കേണ്ടി വന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന് ഹാഗാറിനെയും ഇഷ്മായേലിനെയും പറഞ്ഞയക്കേണ്ടി വന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തന്റെ സ്വന്തം മകൻ ഇസ്ഹാക്കിനെ ഒരു ബലിപീഠത്തിൽ ബലിയർപ്പിക്കേണ്ടി വന്നു. ഈ വേർപിരിയലുകൾ ഓരോന്നും അബ്രഹാമിനെ ക്രമേണ ആഴമേറിയ ആത്മീയ അനുഭവത്തിലേക്ക് നയിച്ചു. അതുപോലെ നാം ഇടയ്ക്കിടെ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പോലും യാഗപീഠത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, ഫലം കായ്ക്കുന്ന കൊമ്പൊക്കെയും അവൻ വെട്ടിമാറ്റുന്നു, അത് കൂടുതൽ ഫലം കായ്ക്കുന്നു എന്ന്. ഇത് യോഹന്നാൻ 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇലകൾ പൊഴിച്ചും ആവശ്യമില്ലാത്ത ശാഖകൾ നീക്കം ചെയ്തും ഫലം കായ്ക്കുന്ന കൊമ്പ് കൂടുതൽ ഫലം കായ്ക്കും. അതിനാൽ കൊമ്പ് വൃക്ഷത്തെയോ മുന്തിരിവള്ളിയെയോ അനുസരിക്കണം. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ഫലം കായ്ക്കണമെങ്കിൽ ലോകത്തിന്റെ സ്വഭാവങ്ങൾ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണം. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകളിൽ പൂർണ്ണമായും ആശ്രയിക്കണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഉത്തമഗീതം 2-ാം അധ്യായം 13-ാം വാക്യം. അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 31-32 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 9-ാം അധ്യായം 18 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.